നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ മഹാരഥന്മാരെയൊക്കെ അർജുനൻ കൊന്നു വീഴ്ത്തി കഴിഞ്ഞു. അതായത് സുതായുധൻ, കാംബോജൻ, സുതായുസ്, സത്യായുസ് തുടങ്ങിയവരെല്ലാം മരിച്ചു കഴിഞ്ഞു. ഇത് കണ്ടപ്പോൾ കൗരവ സൈന്യം ആകെ പരിഭ്രാന്തരായി. സവ്യസാചി മുന്നേറുന്നത് കണ്ടപ്പോൾ ദുര്യോധന് ഭീതിയും സംഭ്രാന്തിയും കൂടി. അവൻ ദ്രോണരുടെ അടുത്തേക്ക് ചെന്നു. ആചാര്യ, അർജുനൻ ജയദ്രഥന്റെ അടുത്ത് എത്താറായി. അങ്ങയുടെ മുന്നിൽ കൂടിയല്ലേ അവൻ കടന്നുപോയത്. അപ്പോൾ അങ്ങേക്ക് അവനെ തടയാമായിരുന്നു. ഇനി ആരാണ് ജയദ്രഥനെ സംരക്ഷിക്കുന്നത്? അങ്ങയെ വിശ്വസിച്ചാണ് ഞാൻ ജയദ്രഥനെ ഇവിടെ നിർത്തിയത്. അല്ലെങ്കിൽ ഗ്രഹത്തിൽ പോകാൻ ആഗ്രഹിച്ച അവനെ ഞാൻ തടയില്ലായിരുന്നു. ഞാൻ അങ്ങയ്ക്ക് വേണ്ടതെല്ലാം തരികയും സേവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊന്നും ഓർക്കാതെ അങ്ങ് പാണ്ഡവരോട് കാരുണ്യം കാണിക്കുന്നു. അങ്ങയെപ്പോലുള്ളവർക്ക് ഇത് യോജിക്കുന്നില്ല. ദുര്യോധനൻ പറഞ്ഞതെല്ലാം ആചാര്യനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെല്ലാം വിഡ്ഢികൾ പറയുന്നതാണെന്ന് അദ്ദേഹം കരുതി. ദുര്യോധനോട് പാരുഷ്യം തോന്നിയെങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാതെ സമാധാന ചിത്തനായി ദ്രോണർ പറഞ്ഞു, ദുര്യോധന, നീ ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ വിളമ്പുന്നതിന് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. സാക്ഷാൽ ഭഗവാനാണ് പാർത്ഥന്റെ സാരഥി. അദ്ദേഹത്തെ പോലെ തേരോടിച്ചു മുന്നോട്ടു പോകാൻ ആർക്കും സാധ്യമല്ല. കൂടാതെ അവരുടെ അശ്വങ്ങൾ വായുവേഗമുള്ളവയാണ്. പിന്നെ അർജുനനാണെങ്കിൽ യുവാവും ഞാൻ വൃദ്ധനുമാണ്. ആ ശസ്ത്രശാസ്ത്രത്തിൽ എനിക്ക് അറിവുള്ളതെല്ലാം ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിച്ചതിന് പുറമെ അഭ്യാസം കൊണ്ട് അവൻ എല്ലാം തികഞ്ഞ ഒരു യോദ്ധാവായി തീർന്നു. പോരാത്തതിന് ദേവന്മാരിൽ നിന്നും രുദ്രനിൽ നിന്നും മറ്റും സമ്പാദിച്ച, രുദ്രൻ ശിവനാണ്, സമ്പാദിച്ച അനവധി ദിവ്യായുധങ്ങളും അവന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് സേനാവ്യൂഹങ്ങൾ ഭേദിച്ച് അവൻ മുന്നേറുന്നതിൽ യാതൊരു അതിശയവുമില്ല. തന്നെയുമല്ല, എന്റെ നിയന്ത്രണത്തിനുള്ള ഈ സേനാവ്യൂഹം വിട്ട് ശത്രുവിനെ പിന്തുടരുന്നത് യുദ്ധധർമ്മത്തിന് വിരുദ്ധമാണ്. അത് ആപത്കരവുമാണ്. ഇതുകൊണ്ടൊന്നും പരിഭ്രമിക്കാനില്ല ദുര്യോധന. ഇപ്പോൾ നീ പോയി അർജുനനെ തടുത്താൽ മതി. നീ അർജുനന് തുല്യ ബലവാനാണ്, അഭ്യാസിയാണ്, രാജാവാണ്. അതുകൊണ്ട് ആവലാതിയുമായി എന്റെ അടുത്ത് നിൽക്കാതെ വേഗത്തിൽ പോയി അർജുനനെ തടുക്കാൻ ശ്രമിക്കൂ. അർജുനനോട് ഏറ്റുമുട്ടാൻ പറഞ്ഞ ആചാര്യന്റെ നിർദ്ദേശം അവനിൽ ഭയമാണ് ഉണ്ടാക്കിയത്. അത് പുറത്തു കാട്ടാൻ മടിച്ചു. ഗത്യന്തരമില്ലാതെ അവസാനം അവൻ അത് പറയേണ്ടി വന്നു. ഗുരു, ഭവാനെ പോലും അതിക്രമിച്ചു കടന്ന സർവശസ്ത്ര ധീരോത്തമനായ സവ്യസാചിയെ തടുക്കാൻ ഞാൻ മതിയാകുമോ? കത്തിക്കാളുന്ന അഗ്നി പോലെയുള്ള പാണ്ഡവനോട് ഞാൻ എങ്ങനെ പൊരുതും? ദ്രോണർ പറഞ്ഞു, ദുര്യോധന, നീ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ദുരാദർശനായ ധനഞ്ജയനെ തടുക്കാൻ തക്കവണ്ണമുള്ള ശക്തി നിനക്കുണ്ടാക്കിത്തരാം. കൃഷ്ണൻ കാണെ നീ അർജുനന്റെ ബാണങ്ങളെ പുഷ്പസമാനമായി തടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്ന് നിനക്ക് കാഞ്ചന ചട്ട കെട്ടിക്കാം. പരന്മാർ എയ്യുന്ന ശരത്തിൽ നിന്ന് നിനക്കേൽക്കാതിരിക്കത്തക്കവണ്ണം അതിന് ശക്തിയുണ്ട്. ദ്രോണർ വേഗത്തിൽ ജലം തൊട്ട് ശുദ്ധി വരുത്തി അതിഭാസുരവും അത്ഭുതകരവുമായ കാഞ്ചന കവചം മന്ത്രം ജപിച്ച് ദുര്യോധനെ അണിയിച്ചു. സന്തുഷ്ടനായ ദുര്യോധനൻ ആചാര്യനെ വണങ്ങി തേരിൽ കയറി ആർത്തു വിളിച്ചുകൊണ്ട് അർജുനനോട് എതിർക്കാൻ പുറപ്പെട്ടു. ത്രികർത്തന്മാരുടെ വമ്പിച്ച സൈന്യവും അസംഖ്യം ആനകളും കുതിരകളും അവനെ അനുഗമിച്ചു. സമയം മധ്യാഹ്നമായി. കൃഷ്ണാർജുനന്മാർ വ്യൂഹത്തിൽ കൂടി മുന്നേറി ജയദ്രഥന്റെ അടുക്കൽ എത്താൻ ശ്രമിക്കുന്നതിനിടയിലുണ്ടായ യുദ്ധമല്ലാതെ മറ്റു യുദ്ധം ഒന്നും കാര്യമായി ഉണ്ടായില്ല. അർജുനന്റെ വിവരമൊന്നും അറിയാതെ യുധിഷ്ഠിരൻ വിഷമിച്ചു. ദ്രോണരുടെ നേരെ യുദ്ധം ചെയ്യാൻ യുധിഷ്ഠിരർ കൽപ്പന പുറപ്പെടുവിച്ചു. ദൃഷ്ടദ്യുമ്നൻ അസാമാന്യ ധൈര്യത്തോട് ദ്രോണരോട് ഏറ്റുമുട്ടി. ദ്രോണർ അയച്ചുകൊണ്ടിരുന്ന ബാണങ്ങൾ തടുക്കുകയും അതിനെതിരായി ബാണങ്ങൾ അയക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ബാണങ്ങൾ വർഷിച്ച ദേശം തികച്ചും അപ്രതീക്ഷിതമായി വാളും പരിചയം എടുത്തുകൊണ്ട് ദൃഷ്ടദ്യുമ്നൻ ദ്രോണരുടെ രഥത്തിൽ ചാടിക്കയറി. തേർത്തട്ടിലും കുതിരയുടെ പുറത്തും മാറി മാറി നിന്ന് ദ്രോണരെ അന്താളിപ്പിക്കത്തക്ക വിധത്തിൽ അവൻ പോരാടി. താമസിക്കാതെ ദ്രോണർ അമ്പുകൊണ്ട് അവന്റെ വാൾ മുറിച്ചു. മറ്റൊരു അമ്പുകൊണ്ട് പരിചയം പൊളിച്ചു. ദൃഷ്ടദ്യുമ്നെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ മൂന്നാമത്തെ ഒരമ്പ് അവന്റെ നേർക്ക് എയ്യാൻ കയ്യിലെടുത്ത് സമയം സാത്യകി ദ്രോണരുടെ വില്ല് മുറിച്ചു. അപ്പോൾ ദ്രോണരുടെ ശ്രദ്ധ സാത്യകിയിലേക്കായി.
ഈ തക്കം നോക്കി ആയുധം നഷ്ടപ്പെട്ട ദുഷ്ടദ്യുമ്നൻ താഴെ ചാടി രക്ഷപ്പെട്ടു. സാത്യകി തുടർന്നും ദ്രോണന്റെ നേർക്ക് അമ്പുകൾ എയ്തു. ദ്രോണർ അവയെ തടുത്തുകൊണ്ട് സാത്യകിയുടെ നേർക്ക് അമ്പുകൾ എയ്യാൻ തുടങ്ങി. ഒരു മൂർഖൻ പാമ്പിനെ പോലെ ചീറിക്കൊണ്ട് സാത്യകിയെ നേരിട്ട ദ്രോണന് തന്റെ അഭ്യാസ മുറകൾ മുഴുവൻ എടുത്തു പയറ്റിയിട്ടും അവനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. യജ്ഞവേദിയിൽ നിൽക്കേണ്ടെന്ന ബ്രാഹ്മണനായ നീ യുദ്ധവേദിയിൽ നിൽക്കുന്നതിന്റെ താളപ്പിഴ, അതായത് നീ ബ്രാഹ്മണനാണ്, നീ യജ്ഞവേദിയിലാണ് നിൽക്കേണ്ടത്, നീ ഈ യുദ്ധത്തിന് നിൽക്കുന്നത് താളപ്പിഴ നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തുന്നു. നീ കാരണമാണ് ആ ദുര്യോധനൻ അഹങ്കരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സാത്യകി പുലിയെ പോലെ ചീറി യുദ്ധത്തിൽ താൻ ദ്രോണനേക്കാൾ പിന്നിലല്ലെന്ന് തെളിയിച്ചു. ഇതിനിടയ്ക്ക് സാത്യകി ദ്രോണന്റെ വില്ല് മുറിച്ചു. ദ്രോണർ മറ്റൊരു വില്ലെടുത്തു. സാത്യകി അതും മുറിച്ചു. അങ്ങനെ തുടർച്ചയായി 9 വില്ലുകൾ മുറിച്ചു. ഇവർ ശ്രീരാമൻ, കാർത്തികവീരാർജുനൻ, ധനഞ്ജയൻ, ഭീഷ്മർ തുടങ്ങിയവരുടെ നിലയിലുള്ള ഒരു യോദ്ധാവ് തന്നെ എന്ന് ദ്രോണർ സാത്യകിയെ പറ്റി മനസ്സിൽ ചിന്തിച്ചു. ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിലും സാത്യകി അതിനിപുണനായിരുന്നു. എങ്കിലും സാത്യകി ക്ഷീണിതനായി കൊണ്ടിരുന്നു. ഇത് മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ സാത്യകിയെ സഹായിക്കാൻ എല്ലാവരോടും ആജ്ഞാപിച്ചു. അങ്ങനെ എല്ലാവരും ദ്രോണരോട് ഏറ്റുമുട്ടി. സാത്യകി അപകടമൊന്നും കൂടാതെ ദ്രോണരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. തത്സമയം അകലെ നിന്ന് ശ്രീകൃഷ്ണന്റെ പാഞ്ചജന്യത്തിന്റെ മുഴക്കം കേട്ടു. അതോടൊപ്പം ഫൽഗുനന്റെ ദേവദത്തത്തിന്റെ വിളിയോ ഗാന്ധീവത്തിന്റെ ഞാണൊലിയോ കേട്ടില്ല. യുധിഷ്ഠിരന് ആകെ സംഭ്രമമായി. അർജുനന് എന്തെങ്കിലും അപകടം പിടഞ്ഞിരിക്കുമോ എന്ന് യുധിഷ്ഠിരൻ ഭയപ്പെട്ടു. സാത്യകി അർജുനൻ അതിരാവിലെ പോയതാണ് ജയദ്രഥനെ വധിക്കാൻ. അത്യുഗ്രമായ എതിർപ്പിനെ അവന് നേരിടേണ്ടി വരും. സമയം മധ്യാഹ്നം കഴിഞ്ഞിരിക്കുന്നു. ഭഗവാൻ കൃഷ്ണന്റെ പാഞ്ചജന്യത്തിന്റെ മുഴക്കം മാത്രം കേട്ടു. അർജുനന്റെ ദേവദത്തത്തിന്റെ മുഴക്കമോ ഗാന്ധീവത്തിന്റെ മുഴക്കമോ കേട്ടില്ല. അവന് അപകടം സംഭവിച്ചിട്ട് ഭഗവാൻ യുദ്ധത്തിന് തയ്യാറായതാണോ? നിനക്ക് മാത്രമേ കൗരവപ്പടയെ ഭേദിച്ച് അർജുനന്റെ അടുത്തേക്ക് എത്താൻ കഴിയുള്ളൂ. ഒന്ന് പോയി അന്വേഷിക്കൂ സാത്യകി എന്ന് യുധിഷ്ഠിരൻ ആവശ്യപ്പെട്ടു. ദ്രോണരുമായുള്ള ഭയങ്കരമായ ഏറ്റുമുട്ടലിൽ ക്ഷീണിതനായി സാത്യകി പറഞ്ഞു, രാജാവേ, രാവിലെ അർജുനനും കൃഷ്ണനും കൂടി ദ്രോണരിൽ നിന്ന് അങ്ങയെ രക്ഷിക്കാനുള്ള ചുമതല എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അതിലേക്ക് ഞാൻ അങ്ങയെ വിട്ടുപോകുന്നത് ശരിയാണോ? അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, അത് സാരമില്ല, ഭീമനും ദൃഷ്ടദ്യുമ്നനും ഇവിടെ ഉണ്ടല്ലോ, ആ ചുമതല അവർ നിർവഹിച്ചുകൊള്ളും. എന്റെ കാര്യം ഓർത്ത് ഭയപ്പെടേണ്ട, നീ വേഗം പോകൂ. സാത്യകി അതനുസരിച്ച് എല്ലാ സന്നാഹങ്ങളോടും കൂടി കൗരവരുടെ എതിർപ്പിനെ അവഗണിച്ച് സാത്യകി സാവധാനം മുന്നേറിക്കൊണ്ടിരുന്നു. സാത്യകി യുധിഷ്ഠിരനെ വിട്ടുപോയത് മനസ്സിലാക്കിയ ദ്രോണർ യുധിഷ്ഠിരനെ പിടിച്ചുകെട്ടാൻ പറ്റിയ സന്ദർഭം എന്ന് വിചാരിച്ച് പാണ്ഡവപ്പടയെ ആക്രമിക്കാൻ തുടങ്ങി. യുധിഷ്ഠിരാദികൾ ശക്തമായി തിരിച്ചടിച്ചു. യുധിഷ്ഠിരൻ പെട്ടെന്ന് ദ്രോണരുടെ വില്ല് മുറിച്ചു. ആചാര്യൻ മറ്റൊരു വില്ലെടുത്ത് യുധിഷ്ഠിരന്റെ മേൽ ബാണങ്ങൾ എയ്തു. യുധിഷ്ഠിരൻ ശക്തിയായുധത്തെ എടുത്ത് പ്രയോഗിച്ചു. ആചാര്യൻ ഉടൻ തന്നെ ബ്രഹ്മാസ്ത്രം അയച്ചു. അത് ശക്തിയായുധത്തെ ചുട്ടരിച്ച് യുധിഷ്ഠിരന്റെ നേർക്ക് പാഞ്ഞു ചെന്നു. യുധിഷ്ഠിരൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ അതിനെ തടഞ്ഞു. തന്റെ ബ്രഹ്മാസ്ത്രം പ്രയോജനരഹിതമായപ്പോൾ ദ്രോണർ കൂടുതൽ വാശിയോടെ അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. അധികം താമസിക്കാതെ യുധിഷ്ഠിരന്റെ വില്ല് മുറിച്ചു. സൂതനെ കൊന്നു, കുതിരകളെയും കൊന്നു. യുധിഷ്ഠിരൻ വാളുമായി തേരിൽ നിന്ന് ചാടി ഇറങ്ങി. ദ്രോണർ അദ്ദേഹത്തെ ശരം കൊണ്ട് മൂടി. ദ്രോണർ ഇപ്പോൾ യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടുമെന്ന് പാണ്ഡവപ്പട ഭയപ്പെട്ടു. അവർ ഭയന്ന് ഉച്ചത്തിൽ നിലവിളിച്ചതല്ലാതെ ദ്രോണരെ എതിർക്കാൻ ധൈര്യപ്പെട്ടില്ല. ഈ സന്ദർഭത്തിൽ സഹദേവൻ അവിടെ പാഞ്ഞെത്തി യുധിഷ്ഠിരനെ തന്റെ രഥത്തിൽ കയറ്റി പിന്നണിയിലേക്ക് കൊണ്ടുപോയി. ആദിത്യ ഭഗവാൻ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ പശ്ചിമാംബുദിയിലേക്ക് തന്റെ പ്രയാണം തുടർന്നു. അർജുനനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു അത് അന്നത്തേത്. സൂര്യാസ്തമയത്തിനു മുമ്പ് ജയദ്രഥനെ കൊന്നില്ലെങ്കിൽ അഗ്നി കൂട്ടി അർജുനൻ ആത്മാഹുതി ചെയ്യുമെന്നാണല്ലോ ശപഥം ചെയ്തിരിക്കുന്നത്. ജയദ്രഥൻ ഇപ്പോഴും അർജുനനിൽ നിന്ന് 3-4 വിളിപ്പാട് അകലെയാണ്. അവന്റെ മുന്നിലെത്താൻ ഇനിയും തടസ്സങ്ങളുണ്ട്. വമ്പന്മാർ പലരും ജയദ്രഥന്റെ സംരക്ഷണത്തിനായിട്ടുണ്ട്. അവന്തി രാജകുമാരന്മാരായ വിന്ദനും അനുവിന്ദനും വലിയ സന്നാഹങ്ങളോടെ അർജുനനോട് എതിരിട്ടു. എന്നാൽ അർജുനൻ ആദ്യം വിന്ദനെയും രണ്ടാമത് അനുവിന്ദനെയും വധിച്ചു.
ഇത്രയും ആയപ്പോൾ അർജുനന്റെ തേർകുതിരകൾ ക്ഷീണിച്ചു. കൃഷ്ണാർജുനന്മാർ ഈ കാര്യം മനസ്സിലാക്കി. കുതിരകൾക്ക് വെള്ളവും വിശ്രമവും ആവശ്യമാണെന്ന് കണ്ട് രണ്ടുപേരും കൂടി ആലോചിച്ച് തന്റെ തേരിൽ നിന്ന് താഴെ ഇറങ്ങി നിന്ന് യുദ്ധം ചെയ്യാമെന്നും ആ സമയം കൃഷ്ണൻ കുതിരകളെ അഴിച്ചുമാറ്റി വെള്ളം കൊടുത്ത് വിശ്രമിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരണമെന്നും അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു. അങ്ങനെ അതിന് അവര് ഒരു തീരുമാനമെടുത്തു. എന്നാൽ കൃഷ്ണൻ സമ്മതിച്ചെങ്കിലും ജലം എവിടെ? അടുത്തെങ്ങും ജലാശയമില്ല. പിന്നെ എങ്ങനെയാണ് കുതിരകൾക്ക് വെള്ളം കൊടുക്കുക? അർജുനൻ അതിന് വഴിയുണ്ടാക്കി. പാർജന്യാസ്ത്രത്താൽ ഭൂമി കീറി ജലത്തെ ആവാഹിച്ച് അവിടെ തന്നെ ഒരു സരോവരം നിർമ്മിച്ചു. കുളിർത്ത ശുദ്ധജലം നിറഞ്ഞ പൊയ്ക. ആ പൊയ്കയുടെ ചുറ്റും അമ്പുകൊണ്ട് ഒരു മതിലും ഉണ്ടാക്കി. അർജുനൻ തേരിൽ നിന്ന് താഴെ ഇറങ്ങി സാരഥി കുതിരകളെ അഴിച്ച് പൊയ്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വിരഥനായി നിലത്ത് നിൽക്കുന്ന അർജുനനെ, വിരഥനായി എന്ന് പറഞ്ഞാൽ രഥമില്ലാതെ താഴെ നിൽക്കുന്ന അർജുനനെ കൗരവ യോദ്ധാക്കൾ വളർന്നു. അർജുനനെ കൊല്ലാൻ പറ്റിയ സന്ദർഭമാണ് ഇപ്പോഴുള്ളതെന്ന് ആ വിഡ്ഢികൾ കരുതി അവർ കടുത്ത ആക്രമണം നടത്തി. രഥത്തിലായാലും താഴെയായാലും അർജുനനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴേക്കും കുതിരകൾക്ക് വെള്ളമൊക്കെ കൊടുത്ത് വിശ്രമിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് രഥത്തിൽ പൂട്ടി. ചമ്മട്ടിയുമായി പഴയപടി സാരഥി ആയി കഴിഞ്ഞിരുന്ന കൃഷ്ണൻ അർജുനൻ ഒറ്റ കുതിപ്പിന് രഥത്തിൽ കയറുകയും ചെയ്തു. യുദ്ധത്തിന്റെ മധ്യത്തിൽ വെച്ച് കുതിരകളെ അഴിച്ചുകൊണ്ടുപോയി വിശ്രമിപ്പിക്കുകയും വെള്ളം കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടുള്ള പ്രവൃത്തിയല്ല. കുതിരകൾക്ക് ക്ഷീണം തോന്നിയാൽ മനുഷ്യരുടെ കാര്യം എന്ന പോലെ പിന്നണിയിലേക്ക് കൊണ്ടുപോയി വെള്ളവും വിശ്രമവും നൽകും. അതാണ് യുദ്ധക്കളത്തിലെ പതിവ്. എന്നാൽ ജയദ്രഥ വധത്തിനായി തീവ്രമായ പോരാട്ടം നടത്തുന്ന അർജുനന്റെ രഥത്തെയും കുതിരകളെയും പിന്നോട്ട് കൊണ്ടുപോവുക സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് കുതിരകൾക്ക് വെള്ളവും വിശ്രമവും യുദ്ധം ചെയ്യുന്നതിനിടയിൽ തന്നെ നൽകിയിരുന്നു. അത് അസ്ത്രം കൊണ്ട് നിർമ്മിച്ച ശുദ്ധജല തടാകത്തിൽ. കൗരവർ അത്ഭുതം കൂറുന്ന മിഴികളോടെ ഇതെല്ലാം നോക്കി നിന്നു. അർജുനനും കൃഷ്ണനും അല്ലാതെ മറ്റാരെ കൊണ്ടും ഇതുപോലുള്ള അമാനുഷ്യ കൃത്യം ചെയ്യാൻ കഴിവില്ലെന്ന് അവർ മനസ്സിലാക്കി. കൃഷ്ണാർജുനന്മാരെ ആർക്കും ജയിക്കാൻ സാധ്യമല്ലെന്നും അവര് മനസ്സിലാക്കി. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമസ്കാരം.